എല്ലാവർക്കും സുഖമാണെന്ന് മിസ്സിന് അറിയാട്ടോ. അതുകൊണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ് എല്ലാം നമുക്കൊന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കണ്ടേ. ആൽഫബറ്റ്സ് നമ്മൾ പഠിച്ച ആൽഫബറ്റ്സ് എല്ലാം നമുക്ക് ഓർത്ത് നോക്കി പറയാം. എന്നിട്ടോ പ്ലീസ് repeat it after me. Are you ready? A. Apple. B. Bird. Boy. C. Cat. D. Drum. E. Elephant. F. Frog. G. Goat. H. Hand. S. Clap everybody. Good job. Everybody clap. Now we are learning how to write capital letter I and small letter I. നമ്മൾ എന്ന് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ഫിംഗർ എടുക്കണം. ഇന്ന് നമുക്ക് പഠിക്കാൻ തന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒരു പിക്ചർ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇൻഡെക്സ് ഫിംഗർ. ആ ഇൻഡെക്സ് ഫിംഗർ എടുത്തേ നമുക്ക് എഴുതാട്ടോ. One standing line and two sleeping line. Capital letter I. I repeat. Standing line and two sleeping line. Standing line and two sleeping line. Capital letter I. Next, small letter I. Small standing line and dot on the top. I repeat, small standing line and dot on the top. Small letter I. Sound of I. ഇന്ന് നമുക്ക് സ്റ്റോറി ഒന്നും വേണ്ട. ഐയുടെ സൗണ്ട് പഠിക്കാൻ. എന്തെന്നറിയാവോ? നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നൊരു കാര്യ. എന്താന്നറിയാവോ? ഐയുടെ സൗണ്ട് ഏതാ? ഈ. ഇല്ലേ? കരയാറില്ലേ? എങ്ങനെ കരുന്നേ? ഈ. The sound of I is E. I says E. Yes, this is the sound of I. I letter words. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? Okay. E for igloo. ഇഗ്ലൂന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? I. ഇഗ്ലൂന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഐസ് കൊണ്ട് നിർമ്മിക്കുന്ന ഐസ് കൂടുതലുള്ള മേഖലയിൽ കാണുന്ന ഒരു കുഞ്ഞു വീടാണ് ഏതാ? ഇഗ്ലൂ. നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എന്താന്നറിയാവോ? ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടല്ലേ? ഐസ്ക്രീമിന്റെ ഫസ്റ്റ് ലെറ്റർ ഐ ആണ്. ഐ ഫോർ ഐസ്ക്രീം. ഐ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഏത്? നമ്മുടെ ഇന്ത്യ.
പറഞ്ഞാലോ? കണ്ടോ? ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറഞ്ഞാലോ? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്നേ ഒരു സർപ്രൈസിംഗ് ഉണ്ടാവുന്നേക്കുന്നേ. ക്യാൻ യു ഗസ്? പറയട്ടെ, നമുക്ക് കൂട്ടുകാരെയൊക്കെ ഇഷ്ടമല്ലേ? ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടമല്ലേ? അപ്പോ കൂട്ടുകാരനൊരു പേരുണ്ട്. എന്താന്നറിയാമോ? കമ്പാനിയൻ. അങ്ങനെ ഒരു കമ്പാനിയനാണ് മിസ് കാണിക്കാൻ പോകുന്നത്. കമ്പാനിയൻ. നമ്മൾ ഇന്ന് ഈ ബുക്കും കൂടെ, ഈ ടെക്സ്റ്റ് ബുക്കും കൂടെ നമുക്ക് പഠിക്കണം. നമ്മുടെ വർക്ക്ഷീറ്റ് ആണ് കേട്ടോ. ഇത് നമ്മള് A മുതൽ H വരെ എത്തിയപ്പോൾ പഠിക്കുന്ന ബുക്ക്. ഓപ്പൺ ചെയ്യട്ടെ. കേട്ടോ? യെസ്, നമ്മുടെ കമ്പാനിയൻ ടെക്സ്റ്റ് ബുക്ക്. അതിന്റെ ഫ്രണ്ട് പേജാണിത്. ടേക്ക് ദിസ് പേജ്. ഈ പേജിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പിക്ചേഴ്സ് വായിക്കണം. വായിച്ചിട്ട് അവിടെ ഏത് ലെറ്ററാണ് വരുന്നതെന്ന് നോക്കണം. വർക്ക്ഷീറ്റ് 1. Name the following pictures and write the first letter. A for arrow. B for book. C for carrot. D for deer. E for Eskimo. F for fork. G for gum. H for horse. G for girl. F for fox. ഇനി നമുക്ക് ഇത് ഓരോ സ്പേസിലും വരുന്ന ലെറ്റേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. സ്വർണ്ണം കാണിച്ചിട്ട് ഫസ്റ്റ് ഇടോ. A for arrow. A. B for book. ഇതുപോലെ ഓരോ സ്പേസിലും അതായത് ലെറ്റേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ടോപ്പിൽ നെയിം, ക്ലാസ്, ഡേറ്റ്, നിങ്ങളുടെ പേരും ക്ലാസ്സും ഡേറ്റും ഒക്കെ എഴുതി ക്ലിയർ ആക്കണം. നെക്സ്റ്റ് പേജ്. വർക്ക്ഷീറ്റ് 2. ഇവിടെ ഇതുപോലെ നെയിം, ക്ലാസ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫിൽ ചെയ്യണം. ഇനി ഈ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡ് വൺ എന്നാണ് കൊടുത്തത്. ഓഡ് വൺ കൊടുത്തു കഴിയുമ്പോൾ ഈ ഓരോ ലൈൻസിലും കൊടുത്തേക്കുന്ന പിക്ചേഴ്സിലും ഓരോ ലെറ്റേഴ്സ്, ആ ലെറ്റേഴ്സ് വ്യത്യാസമുണ്ട്. വേർഡ്സിൻ്റെ ഓരോ ലെറ്റേഴ്സ് വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ, A for ant, A for apple, B for bat, A for arrow. ഇതിൽ ഫസ്റ്റ് ലെറ്റർ ant A, ആപ്പിൾ A, ആരോ A, ബാറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ B. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബി ഇവിടെ നമ്മൾ ഈ സർക്കിളിനകത്ത് ഒരു ടിക്ക്. നെക്സ്റ്റ്, B for ball, B for bird, B for bag and C for cap. The first letter നോക്കി B. ക്യാപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റർ C. അപ്പോൾ ഓഡ് വൺ ഏതാ? C. ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ പേജ് എല്ലാം വായിച്ച് ക്ലിയർ ചെയ്ത് ഓഡ് വൺ ടിക്ക് ചെയ്യണം. ഇതെല്ലാവരും ചെയ്ത് പഠിക്കണം കേട്ടോ. അതിന് ശേഷം മിസ്സിന് അയച്ചു തരണേ. All of you take this page number 14. My letter I. Capital I, small letter I. I sound is E. I for insect. Ink pot.
Igloo. India. Inspector. I repeat. I sound. E. Insect. Import. Igloo. India. Inspector. Small letter I. Idlis. Injection. Index finger. Idlis. Injection. Index finger. ഇനി നമുക്ക് ഈ ലെറ്റർ എങ്ങനെയാണ് ഈ ഡോട്ട്സ് കണക്ട് ചെയ്ത് എഴുതുന്നത് നോക്കാം. ഇനി ഐ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കി, 2 സ്ലിപ്പിംഗ് ലൈൻ, 1 2 ആൻഡ് 1 സ്റ്റാൻഡിംഗ് ലൈൻ. ഈ സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈനും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതുന്നത്. ആദ്യം നമ്മളിത് ഈ സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ ശ്രദ്ധിച്ച് വരച്ചു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഈ സ്റ്റാൻഡിംഗ് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. വരച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സ്ലീപ്പിംഗ് ലൈൻ, അത് കഴിഞ്ഞ് ഈ സ്ലീപ്പിംഗ് ലൈൻ. അങ്ങനെ നമുക്ക് അടുത്തത് ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ up to down and slipping line, standing line to down. ഇനി ഇതിങ്ങനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ 4 ലൈനിൽ എങ്ങനെ എഴുതുന്നു നോക്കിയേ. 1 2 3 4 ലൈൻ ഉണ്ട്. ഇതിൽ നമുക്ക് 1 2 3 ഇങ്ങനെ 3 ലൈൻസ് മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ഈ റെഡ് ലൈനിൽ തുടങ്ങി ബ്ലൂ ലൈനിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. റെഡ് ലൈനെ സ്റ്റാർട്ട് ചെയ്തു ഈ ബ്ലൂ ലൈനിലേക്ക്, സ്ലീപ്പിംഗ് ലൈൻ, അത് നെക്സ്റ്റ് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് ഡോട്ട്സ് ഒന്നുമില്ല. ഇത് നമ്മൾ എങ്ങനെ എഴുതുന്ന നോക്കിയേ. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് സ്മോൾ ലെറ്റർ ഐ. ഐ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ മാത്രം, അത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട്, സ്റ്റാൻഡിംഗ് ലൈൻ. ഇനി സ്റ്റാൻഡിംഗ് ലൈൻ, നമ്മളിവിടെ ഒരു ഡോട്ട് പോലെ സ്റ്റാൻഡിംഗ് ലൈൻ ഡോട്ട്. 4 ലൈൻ എഴുതുമ്പോ 4 ലൈൻ നമുക്ക് 1 2 3 4 ലൈൻ ഉണ്ട്. പക്ഷേ ഈ മിഡിൽ ഉള്ള ബ്ലൂ ലൈൻ മാത്രമേ സ്മോൾ ലെറ്റർ ഐ എഴുതാൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സ്മോൾ ലെറ്റർ ഐക്കും ഒരു സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് ഡോട്ട്, സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് ഡോട്ട്. ഇങ്ങനെ നമ്മൾ സ്മോൾ ലെറ്റർ ഐ എഴുതി. ഇവിടെ വരുമ്പോൾ നമുക്ക് ഡോട്ട്സ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ലൈൻ ബ്ലൂ ലൈൻ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ ഐ എഴുതുന്നുണ്ട്, സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ. ഡോട്ട്സ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ മിഡിൽ 2 ലൈൻ്റെ അകത്ത് എഴുതി സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് ഡോട്ട്. അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഈ പേജ് കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നമുക്കൊന്ന് ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കണ്ടേ? അപ്പൊ കുറച്ച് ആക്ഷൻ വേർഡ്സ് ഉണ്ട്. ആക്ഷൻ വേർഡ്സ് നമുക്ക് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് പഠിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയാലോ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയാലോ, ടോക്ക് ചെയ്യേണ്ട ഇംഗ്ലീഷില്. ഓക്കെ, ആക്ഷൻ വേർഡ്സ്. ഡു ആൻഡ് സേ. കം, COME, come. GO, go. EAT, eat. ഇനി നമുക്ക് ഈ 4 ലൈൻ ബുക്കിലെ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ എങ്ങനെ ഒന്ന് റിവിഷൻ ചെയ്തെന്ന് നോക്കിക്കേ. അത് ഡേറ്റ് ഇട്ടു. ഇനി ഇവിടെ നമ്മളെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഇന്ന് എഴുതുന്നു കേട്ടോ.
ഈ ബുക്കിൽ അടുത്ത അക്ഷരം പഠിക്കുമ്പോൾ ക്യാപിറ്റൽ സ്മോൾ എഴുതണം. ഓക്കെ, ഇപ്പൊ നോക്കി, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഇ, ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ എച്ച്. ഇതുപോലെ ഓരോ കോളത്തിലും ഓരോരോ ലെറ്റർ എഴുതി ഈ 2 പേജ് കംപ്ലീറ്റ് ചെയ്യണം. ഈ പേജ് കംപ്ലീറ്റ് ABCD ഇതുപോലെ എഴുതണം. ഈ പേജ് കംപ്ലീറ്റ് EFGH ഇങ്ങനെ താഴെ വരെ എഴുതി ഈ 2 പേജും കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് എല്ലാവരും അയച്ചു തരണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ആയി നമ്മൾ ഈ പേജിൽ എഴുതുന്നു. നമ്മുടെ 4 ലൈൻ ബുക്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയി സ്മോൾ ലെറ്റർ എഴുതാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഈ 3 ലൈൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പിംഗ് ലൈൻ, സ്ലിപ്പിംഗ് ലൈൻ, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. അപ്പോൾ ഈ 3 ലൈൻ ക്യാപിറ്റൽ ലെറ്റർ. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്മോൾ ലെറ്റർ ഐ എഴുതുന്നു. സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ മിഡിൽ 2 ലൈൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഒരു ഡോട്ട്. ഇങ്ങനെ ക്യാപിറ്റലും സ്മോളും അങ്ങനെ 2 ലെറ്ററും ഓരോ കോളത്തിൽ എഴുതി ഈ പേജ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പേജിലും അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇതും ഹോംവർക്കാണേ. റൈം I heard thunder. ഒന്ന് പാടി നോക്കിയാലോ. I hear thunder, I hear thunder. Oh don't you, oh don't you. Pitter patter raindrops, pitter patter raindrops. Amber true, so are you. റൈം കണ്ടോ? I hear thunder, I hear thunder. Oh, don't you, oh, don't you. Pitter patter raindrops, pitter patter raindrops. I'm wet through, so are you. I hear thunder, I hear thunder. Oh, don't you, oh, don't you. Pitter patter raindrops, pitter patter raindrops. I'm wet through, so are you.